Good morning. Hope you are doing good. ഇന്നത്തെ വ്ളോഗ് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. ലേസി സൺഡേ എന്ന് പറയാം. ലേസി സൺഡേ വ്ളോഗാണ്. ലാസ്റ്റ് 3 days ആയിട്ട് ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. ഇവിടെ മോനൂന് തീരെ വയ്യാണ്ട് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടിരിക്കുകയായിരുന്നു. ഇന്നലെ തൊട്ട് ഇവിടെ ഈദ് ഹോളിഡേയ്സ് തുടങ്ങി കേട്ടോ. 4 days ലീവാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ 4 days ലീവാണ്. സോ ഇന്നലത്തെ ദിവസം ഫുൾ മൂഡിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഓൾറെഡി ലേറ്റായിട്ട് എണീറ്റ് ഇവിടെ ഒരു 10:30 കുറച്ച് മുമ്പായിരുന്നു. ഒരു 10:15 ഞങ്ങൾ എണീറ്റിരിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ഡേ ഭയങ്കര ലേസിയാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കണം വെറുതെ വിചാരിച്ചു ഇന്നത്തെ ഒരു ലേസി സൺഡേൻ്റെ വ്ളോഗ് എടുക്കാം. ഇറ്റ്സ് വെരി ലേസി. അത്ര പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്ലാനൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനു മുമ്പ് ആദ്യം നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം. ഞങ്ങൾ രണ്ടുപേരും 2 ചായയാണ് കേട്ടോ കുടിക്കാം. ഞാൻ കട്ടൻ ചായയും പിന്നെ കൃഷി പാൽ ചായയാണ് കുടിക്കാറ്. എനിക്ക് കുടിക്കാൻ പറ്റില്ല, ഞാൻ കുടിച്ചിരുന്നു ചായ, പാൽ ചായ. ഇപ്പോൾ കുടിക്കാൻ പറ്റാത്ത കാരണം കട്ടൻ ചായയാണ്. അപ്പോൾ രണ്ടുപേരും വേറെ വേറെ ചായ ഉണ്ടാക്കി കുടിക്കാൻ പോകണം. അപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അവന് ആദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് മെല്ലെ പണി തുടങ്ങാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വരുത്തിച്ചിരുന്നു. ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ തീരെ മൂടില്ലാത്ത കാരണം ഞങ്ങളൊന്നും വരുത്തിച്ചിരുന്നില്ല. ഇന്ന് കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പറയുമ്പോൾ സ്പിനാച്ച് മഷ്റൂം എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാൻഡ്വിച്ച് ആയിട്ടല്ല, ബട്ട് സ്പിനാച്ച് മഷ്റൂം ചീസ് എഗ്ഗായിട്ട് പ്ലസ് ഒരു 2 slice ബ്രെഡ് വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പിനാച്ചും മഷ്റൂംസും എഗ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തു, ബ്രെഡും. അപ്പോൾ നമുക്ക് കണ്ണന് ബ്രെഡും എഗ്ഗും മാത്രമേ ഉണ്ടാക്കി കൊടുക്കാം. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്ത് വരുത്തിക്കാത്ത 15 minutes ഡെലിവറിയാണ് ഇവിടെ. അപ്പോൾ അതിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് തരും അവർ 15 minutes. അപ്പോൾ അങ്ങനെ എടുത്ത തീരുമാനമാണ് കേട്ടോ. പെട്ടെന്ന് എടുത്തു, തീരുമാനിച്ച് പെട്ടെന്ന് ഉണ്ടാക്കി. അങ്ങനത്തെ ഒരു ഇതാണ്. കുറച്ച് ബട്ടർ നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് അവനൊരു നോർമൽ എഗ്ഗിൻ്റെ ഇതാണ് വേണ്ടത് കേട്ടോ. ഞാൻ അധികം ഇത് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ള എഗ്ഗ് ഉണ്ടാക്കി ഞാനിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് സോൾട്ട് ബ്രെഡാണ് കേട്ടോ. ചൂടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ബിക്കോസ് ഡയറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അത് കാരണം ഭാവിക്ക് നേന്ത്രപ്പഴം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതാണ് അവിടെ അടുപ്പത്ത്. ഒരടുപ്പത്ത് അതാണ്.
എഗ്ഗും റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കൊടുത്തിട്ട് വരാം. ഇടയിൽ വിശ്വസിക്കുന്ന 2 ബ്രെഡിന്റെ ഇടയിൽ മുട്ട വെച്ച് തരണം. लेकिन अफसोस सर अंधेरे का फायदा उठाकर നമുക്ക് പാലൊക്കെ നന്നായിട്ട് സ്പിനാച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാലൊക്കെ 2-3 പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ആക്ച്വലി ക്ലീൻഡാണ് വരാറ്, എന്നാലും നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ചെറുതായിട്ട് ആവശ്യത്തിനനുസരിച്ച് സ്പിനാച്ച് ഇടാം കേട്ടോ. ഇത് നിറയെ വേണമെങ്കിൽ നിറയെ ഇടാം, കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഇടാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. എൻ്റെ അടുത്ത് കുറച്ച് മഷ്റൂംസ് ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം എടുത്തിട്ട് പിന്നെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കളറൊക്കെ തോന്നി തേച്ചു. മറ്റേ ആൾക്ക് ഭക്ഷണം തുടങ്ങി. അപ്പം നമുക്ക് അവന് വേണ്ടിയിട്ടുള്ള പഴം പൂളാട്ടോ, പഴം കൊടുക്കാം. അവന്റെ സോക്സ് അതന്നെ ഇരിക്കുന്നില്ല. കാരണം അവനെന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടു. മ്യൂസിക്കിലും ഡാൻസ് കളിക്കും.
അതിലേക്ക് ഇത്തിരി ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നമുക്കതിലേക്ക് ഈ പാലക്ക് സ്പിനാച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇതാവണം. സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്യാം. ഇത് പെട്ടെന്ന് ആയിക്കോട്ടെ. പെപ്പർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇത്തിരി സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശരിക്കും നന്നായിട്ട് മുറിച്ചെടുക്കട്ടെ. ഇത് ഓൾമോസ്റ്റ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ കുറച്ചും കൂടി ഒന്ന് ഓഫ് ചെയ്യാം. കാരണം രണ്ട് മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. 2 മുട്ട എടുത്തു. ബീറ്റ് ചെയ്ത് വെച്ചു. ഇതിലിത്തിരി മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്ത് അതിലേക്ക് ഇത്തിരി ഉപ്പ് അധികം ഇടണ്ട. കാരണം ഓൾറെഡി നമ്മൾ ഉപ്പ് മിക്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് സ്പൈസി ഇത്തിരി ആക്കണമെങ്കിൽ നമുക്കിതിൽ ഇത്തിരി പെപ്പർ പൗഡർ കൂടി ചേർക്കാം. ഞാനിതിൽ ഇത്തിരി പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ബട്ടർ ചേർത്തിട്ട് ഇത്തിരി ഇതിലിത് ചെയ്തത് എണ്ണ ചൂടായി. നമുക്ക് ഈ മുട്ട ഓക്കെ, ഇത് ഇതായി വരുമ്പോഴേക്കും നമുക്കിത് അതിന് മുകളിൽ ഇത്തിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി ചൂടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഇത്തിരി ഹെവിയാണ് നമ്മൾ, ബട്ട് ഇത് ഹൈ പ്രോട്ടീൻ നിറഞ്ഞൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു ബ്രഞ്ചൊക്കെ എടുക്കാം. തിരിച്ചിടണം. യമ്മി ബ്രെഡും സ്പിനാച്ച് മഷ്റൂം ചീസ് എഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൃഷിൻ്റെ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അമ്മയോ അച്ഛനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കാര്യങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കും, ഇല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും. വീക്കെൻഡ്സിൽ എപ്പോഴും ഈ ഉച്ചനേരത്തെ ഞങ്ങൾ വിളിക്കുള്ളൂ.
അവർക്കും അറിയാം. അപ്പോൾ അവരും അങ്ങനെ തന്നെ ഉച്ച സമയം വിളിക്കും, ഞങ്ങൾ സംസാരിക്കും. ജനറലി അവർ വിളിക്കുമ്പോൾ നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ബ്രഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ആ സമയത്ത് വിളിക്കുക. പക്ഷേ ഇന്ന് ഓൾറെഡി എല്ലാം ലേറ്റായ കാരണം ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് അവർ വിളിച്ചത്. അപ്പോൾ പ്ലീസ് വീടിൻ്റെ മെസ്സ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അത് ഇന്നലെ രാത്രി ഭയങ്കര ലേറ്റായ കാരണം ഇന്ന് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാരണം എല്ലാ മെസ്സും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുള്ള വീടല്ലേ, നോർമൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സീരീസൊക്കെ കണ്ടിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. ഞങ്ങൾ ഡോക്ടർ ഹൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായി സ്റ്റാർട്ട് ചെയ്യുക, വീക്കെൻഡ്സിൽ മാത്രമേ ഞങ്ങളിങ്ങനെ സീരീസൊക്കെ നോക്കാറുള്ളൂ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രഞ്ച് കഴിച്ചിത്രയും സമയമായി. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ടി വി കണ്ടിരുന്നു. വാവ മെൻ അജ്ജു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റു, പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഉച്ച സമയമായി, ഭക്ഷണത്തിന് സമയമായി. കൃഷിന് ലഞ്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്ര വിശപ്പൊന്നുമില്ല, ബിക്കോസ് ഹെവി ബ്രഞ്ചായ കാരണം ലഞ്ച് ഇത്തിരി ലേറ്റ് ആക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുമായിരിക്കും. അങ്ങനെ ഹെവി അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ജനറലി വീക്കെൻഡ്സിലാണ് ഇങ്ങനെ സംഭവിക്കുക. കാരണം ലേറ്റായിട്ട് എണീക്കണം. കാരണം നോർമലായിട്ട് ഞങ്ങൾ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ലഞ്ച് നമ്മൾ ഭയങ്കര ലേറ്റായിട്ട് കഴിക്കുള്ളൂ. സൺഡേസ് മിക്കവാറും ബ്രഞ്ച് ആയിരിക്കും, ഇല്ലെങ്കിൽ മോർണിംഗിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുത്തിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവിടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വിശക്കണില്ല. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തിരി കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് കിച്ചടി ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിച്ച് റെഡി ആവാമെന്ന് വിചാരിക്കാം. അപ്പോൾ കം ലെറ്റ്സ് മേക്ക് സം കിച്ചടി. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അജുവിന് ഇപ്പോൾ സോൾട്ടൊന്നും കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാനൊരു സിമ്പിളായിട്ട് റെസിപ്പി ഉണ്ടാക്കണം. ആദ്യം കുറച്ച് നേരം ഇത്തിരി അരിയും മൂങ്ദാലും അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി ഗാർലിക്കും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതിനെ വേവിച്ചെടുക്കാം. ഇത്തിരി ക്യാരറ്റ് ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ എന്താണെന്നറിയാം, അജുനും കഴിക്കാൻ പറ്റും, കണ്ണനും. പിന്നെ ലാസ്റ്റിൽ ഇത്തിരി ഉപ്പിട്ട് നെയ്യ് ഒഴിച്ചെടുക്കാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ചെയ്യാം നമുക്ക്. ഞാനിവിടെ സ്പിനാച്ചിൻ്റെ കിച്ചടി ഉണ്ടാക്കുകയാണ് കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്പിനാച്ച് ഗാർലിക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് പാലക്കും ഗാർലിക്കും മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഉപ്പ് കൊടുക്കാത്ത കാരണം ഗാർലിക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി ഉപ്പ് രസം കിട്ടും. അപ്പോൾ പിന്നെ അത് ഇത്തിരി അവർക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവും. അതനുസരിച്ചാണ് ഇതുണ്ടാക്കണേ. 1 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പ് കൊടുക്കാറില്ല. ജീരകപ്പൊടി, ഗാർലിക്ക്, പിന്നെ ഏതെങ്കിലും വെജിറ്റബിൾ, ഇന്ന് പാലക്ക് ഇടണേ. ഞാൻ ചില സമയത്ത് ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ. ചോറിൽ ഡയറക്റ്റായിട്ട് വേവിച്ചിട്ട് മിക്സ് ചെയ്തും കൊടുക്കും, ഇങ്ങനെ കിച്ചടി മാതിരി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അവന് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി. ഇനിയിപ്പോൾ വിസിൽ വരണം. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കാം. വിസിൽ വന്ന് ഓഫ് ചെയ്യും. ഒരു 5 വിസിലാവുമ്പോ ഓഫ് ചെയ്യണം. ചെയ്യോ? 5 വിസിലാവുമ്പോ ഓഫ് ചെയ്യണം. ചെയ്യോ? ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ട് വരാന്ന് വിചാരിക്കാം. ചെയ്യോ? ശരി. അപ്പോ ഒരുപാട് ലേറ്റായി. ഒരുപാട് ലേറ്റായി. അപ്പോൾ കിച്ചടി വെച്ചിട്ടുണ്ട്. അതിന് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വേഗം റെഡിയായിട്ട് വരാം. കുളിച്ച് വന്നു. ഇനിയിപ്പോൾ മക്കൾക്ക് ചോറ് കൊടുക്കണം, കുട്ടികൾക്ക് 2 പേർക്കും.
ഹലോ. ഞങ്ങൾ കുറച്ച് നേരം കിടന്നു, ഉറങ്ങിയില്ല. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം കൊടുക്കുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ എന്ത് പറ്റി? എവിടേക്കാ പോണേ? സ്വിമ്മിംഗ് പൂളിൽ. സ്വിമ്മിംഗ് പൂളിലാണ് പോണേ. അതെ. തണുക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കണ്ട, അവിടെ ഇരിക്കാം. ഇവിടെ പൊട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യ്, പെഡൽ ചെയ്യ്, കാല് വെച്ച്. കയ്യിലല്ലടാ, കാലില് ചെയ്യ്. കണ്ണാ, കാലില് ചെയ്യൂ. പോണോ ചുന്തിര? ചുമ്മിങ് ചെയ്യണോ? ചുമ്മിങ് ചെയ്യണോ? ദേ അച്ഛൻ പോണു. അച്ഛൻ സ്വിമ്മ് ചെയ്തിട്ട് പോണു. അപ്പോൾ ജനറലി ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പോകാറൊന്നുമില്ല. പക്ഷേ പോകുന്നുണ്ടെങ്കിലും സാറ്റർഡേ സൺഡേ മോർണിംഗാണ് പോവുക. ഇന്ന് നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചോ. സ്വിമ്മിങ് കഴിഞ്ഞു. കാണാ വീഡിയോ എൻജോയ് കാണാ. നീ എപ്പോഴാണ് എൻജോയ് ചെയ്യാറ്? അപ്പോൾ കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ, ഓൺ ബിഹാഫ് ഓഫ് കിഡ്സ് ഇന്ന് ഫാദേഴ്സ് ഡേയിൽ. അപ്പോൾ കുട്ടി സർപ്രൈസ്. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. എന്തിനാ ചെയ്തിട്ടു? I love my dad. Okay. അപ്പോൾ ഇതാണ് കേട്ടോ സർപ്രൈസ്. ഇത് രണ്ടൊരു കുക്കിയും ഒരു ചീസ് കേക്കാണ് മേടിച്ചിരിക്കുന്നത്. വലിയ കേക്കൊന്നും മേടിച്ചില്ല, കാരണം ഇവിടെ ആരും കഴിക്കില്ല അത്രയൊക്കെ. അപ്പോൾ ഒരു കുട്ടി സർപ്രൈസ്. ഇനി നമുക്ക് നോക്കാം കൃഷി എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. ഹാപ്പി ഫാദേഴ്സ് ഡേ. Wow! This is your face. This Wow, so good, Kanna. is I love my dad. ഞങ്ങളുണ്ട്. Hey, Aju. Can we start eating? കട്ട് ചെയ്യൂ. കട്ടേണാ? കട്ട് ചെയ്യണ്ടേ? രണ്ടുപേരും പിടിച്ചോളൂ. ദൈവനെ എടുത്തോ. ബടാ നിക്ക്. എവിടെ നോക്ക്. ഹാപ്പി ഫാദേഴ്സ് ഡേ. Thank you so much. അച്ഛനെ എടുക്കൂ. തണുത്തുമ്പോ നല്ല തണുപ്പുണ്ടല്ലേ. അജു അജു ഇവിടെ. Can you do father cookie?
Acha, Hmm. can you eat the father cookie? See whether you like it or not. I will eat this. This is you. I'll eat this. Okay. Let others taste also, okay? Yummy. How was the surprise? Did you like it? Yes. He's like, Did you like it? Was he's you very expecting? happy. I really liked it. എക്സ്പെക്ട് ചെയ്തിരുന്ന ഇല്ല ഇത് ഞാൻ ചെയ്തിരുന്നില്ല. ആ അതെ ഒരാളിവിടെ സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഡിന്നർ പ്ലാൻ ചെയ്തിട്ടില്ല. ഡിന്നർ പ്ലാൻ ചെയ്യാൻ ബാക്കിയാണ്. ഞാൻ അതൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.